കേരള മാർഗദർശക മണ്ഡലിന്റെ ആഭിമുഖ്യത്തിൽ സന്യാസിമാർ നയിക്കുന്ന ധർമ്മസന്ദേശയാത്രയോടനുബന്ധിച്ചുള്ള ഹിന്ദു മഹാസംഗമം പാലക്കാട് കോട്ടമൈതാനിയിൽ പുരോഗമിക്കുകയാണ്. തത്സമയം സ്വാമിനി സത്യപ്രിയാനന്ദ സരസ്വതി മാതാജിയാണ്. അവര് വളരെ സ്നേഹപൂർവമായിട്ടുള്ള സ്വാഗതം ഈ വേദിയിലേക്ക് നമ്മൾ അരുളുകയാണ്. അതുപോലെ ഇനിയും അനേക സന്യാസി വര്യന്മാർ പലരും ഇവിടെ പേരെടുത്ത് പറയേണ്ടവർ തന്നെയുണ്ട്. എങ്കിലും എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായിട്ടുള്ള സ്വാഗതം പ്രണാമപൂർവം അർപ്പിക്കുകയാണ്. അതുപോലെ പാലക്കാടിന്റെ പ്രിയങ്കരനായിട്ടുള്ള മറ്റൊരു ആചാര്യൻ ഇവിടെ വേദിയിലുണ്ട്. കൊടുവായൂരിലെ ശാന്തിധാം എന്ന് അറിയപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. വളരെ നല്ല രീതിയിൽ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അതിന്റെ ആചാര്യനായിട്ടുള്ള സംപൂജ്യ മൈത്രി ഋതോദ്ഗത എന്നറിയപ്പെടുന്ന മഹാത്മാവ് ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ അനേക സഹോദരങ്ങൾ ഇവിടെ ഈ സദസ്സിലുണ്ട്. അവരെല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഹരിയോ. ഇനിയും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ സ്വാഗതം ചെയ്യാനുണ്ട്. പാലക്കാടിലെ ഇവിടെ കൂടിയിരിക്കുന്ന ഒട്ടനവധി അമ്മമാർക്ക് ഭാഗവതവും അതുപോലെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഭാഗവതം, നാരായണീയം, അതുപോലെ ദേവി മഹാത്മ്യ തരംഗിണി എന്ന ഒരു തരംഗം തന്നെ കേരളക്കരയിൽ ഉണ്ടാക്കി കേരളത്തിലെ ഭക്തജനങ്ങളെ മുഴുവൻ ദേവീ ഭക്തരാക്കാൻ പ്രയത്നം ചെയ്തിട്ടുള്ള ആളാണ് കൃഷ്ണാത്മാനന്ദ സ്വാമിജി. ഈ കയ്യടി പോരാട്ടോ. പാലക്കാടിന്റെ നെടും തൂണ് തന്നെയാണ് അദ്ദേഹം. സംപൂജ്യ ദയാനന്ദ സ്വാമിജിയുടെ ശിഷ്യനാണ്. പാലക്കാട്ടുകാർക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഉത്സാഹത്തിലാണ് ഞങ്ങൾ എല്ലാവരും, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് പാലക്കാട്ടിലെ ഓരോരുത്തരും പ്രവർത്തിച്ചത്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും വിനയത്തോടെ സ്വാഗതം ചെയ്തു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയില്. ഇനിയും വേദിയിലിരിക്കുന്ന എല്ലാവരെയും പ്രണാമപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് സദസ്സിലും എനിക്കറിയാവുന്ന മുഖങ്ങളാണ് ബഹുഭൂരിപക്ഷവും ഈ മുമ്പിൽ കാണുന്നത്. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ഈ പരിപാടിയുടെ സമയം അപഹരിക്കാൻ പാടില്ല. എല്ലാവർക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻജിയുടെ മുമ്പിലുണ്ട്. ഈ നഗരത്തിന്റെ മുഴുവൻ പ്രതിനിധിയായിക്കൊണ്ട് മുമ്പിലുണ്ട്. അതുപോലെ വൈസ് ചെയർമാൻ ജി കൃഷ്ണദാസിയും ഉണ്ട്. രണ്ടുപേർക്കും ഈ ഞങ്ങളുടെ ഈ സഭയിലേക്ക് സുസ്വാഗതം. അതുപോലെ അനേക ആചാര്യന്മാർ, പണ്ഡിതന്മാർ, മറ്റ് രാഷ്ട്രീയ വേദികളിലെ പ്രമുഖന്മാരായിട്ടുള്ളവർ, ബിസിനസ് രംഗത്തെ പ്രമുഖന്മാരായിട്ടുള്ളവർ, നമുക്ക് സംഭാവന ചെയ്ത് നമ്മുടെ ഈ പരിപാടിയെ വിജയിപ്പിച്ച എത്രയോ മഹത് വ്യക്തികൾ ഈ വേദികളിലുണ്ട്. എല്ലാവർക്കും സ്നേഹപൂർവമായിട്ടുള്ള സുസ്വാഗതം. അതുപോലെ പല സമുദായങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ആളുകളുണ്ട് ഇവിടെ. എല്ലാവർക്കും സ്നേഹപൂർവമായിട്ടുള്ള സ്വാഗതം. അതുപോലെ മുമ്പേ ഇവിടെ നടന്നതായിട്ടുള്ള കുട്ടികളുടേതായിട്ടുള്ള ഒരു പാരായണം നടന്നു. ഹനുമാൻ ചാലിസ അടക്കമുള്ള സ്തോത്രങ്ങൾ. അതിൽ പങ്കെടുത്ത ആ കൊച്ചു കുട്ടികളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആ കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്നതായിട്ടുള്ള അവരുടെ രക്ഷാകർത്താക്കളെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. മറ്റു വന്നു ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളെയും സ്നേഹപൂർവം ഈ വേദിയിലേക്ക്, ഈ ഒരു സദസ്സിലേക്ക്, ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുസ്വാഗതം. എല്ലാവർക്കും ആചാര്യന്മാരുടെ അനുഗ്രഹാശിസുകൾ, ഒരു പരമ്പരയുടെ അനുഗ്രഹാശിസുകൾ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹരിയോ. നന്ദി സ്വാമിജി.